കണ്ണൂർ കുറുമാത്തൂർ വില്ലേജിൽ ഉൾപ്പെട്ട 439 ഏക്കർ ഭൂമി വ്യാജരേഖ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നതായി പരാതി. 1993 ലാൻഡ് ബോർഡ് റവന്യൂ വകുപ്പിന് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ട ഭൂമിയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വിൽപ്പന നടത്തുന്നത്. ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. തളിപ്പറമ്പ് താലൂക്ക് കുറുമാത്തൂർ വില്ലേജിൽ 31/4, 44, 46, 76 സർവേ നമ്പറുകളിൽപ്പെട്ട 439.74 ഏക്കർ ഭൂമിയാണ് വ്യാജരേഖകൾ ചമച്ച് ഭൂമാഫിയ കയ്യേറി വിൽപ്പന നടത്തുന്നത്. 1942 കട്ടക്കയം ചെറിയാൻ ജോസഫ് എന്നയാൾ കടമ്പേരി ദേവസ്വത്തിൽ നിന്നും പാട്ടമെടുത്ത ഭൂമിയാണിത്. ഭൂപരിഷ്കരണം നടപ്പിൽ വന്നപ്പോൾ ഈ ഭൂമി സർക്കാരിന് തിരികെ ഏൽപ്പിക്കാൻ ചെറിയാൻ ജോസഫ് തയ്യാറായില്ല. 1970കളിൽ ഈ ഭൂമി മിച്ചഭൂമിയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കർഷക സംഘടനകൾ പ്രക്ഷോഭങ്ങളും പരാതിയുമായി രംഗത്തെത്തി. തുടർന്ന് 1993 ഭൂമി മറച്ചുവിൽക്കുന്നത് തടഞ്ഞ് കളക്ടർ ഉത്തരവിറക്കി. ഭൂമി സംബന്ധിച്ച കേസ് ലാൻഡ് ബോർഡിൽ തുടരുന്നതിനിടയിലാണ് വ്യാജരേഖ നിർമ്മിച്ച് ഭൂമിയുടെ മുക്തിയാറവകാശികൾ ഈ ഭൂമി മറച്ചു വിൽപ്പന നടത്തുന്നത്. ചില ഭൂമാഫിയകൾ, ഈ കൈവശം വെക്കുന്ന ആളുകൾ കള്ളരേഖ ചമച്ച് കോടതിയെ സമീപിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം എടുത്ത് നാട്ടുകാർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച് വ്യാപകമായ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 30 ഏക്കറോളം ഭൂമി ഇത്തരത്തിൽ വിൽപ്പന നടത്തിയതായാണ് ആക്ഷേപം. ഭൂമി വിൽപ്പന തടയണമെന്നും ഇത് മിച്ചഭൂമിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും പ്രദേശവാസികൾ പരാതി നൽകിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ സമരം തുടങ്ങാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. ഇത് മിച്ചഭൂമിയായിട്ട് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടത് തന്നെ. കുടിൽ വെട്ടിയിട്ട് സമരം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുക. എന്നാൽ ഭൂമി മറച്ചു വിൽക്കുന്നതിൽ നിയമപരമായി തടസ്സമില്ലെന്നാണ് സ്ഥലം ഉടമകളുടെ നിലപാട്. മീഡിയ 1 കണ്ണൂർ.